ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട് ആ വാക്കിനെ മാനിച്ച് മാത്രം എന്നെ പാടിപ്പിച്ചതാണ് സൗവർണികാമൃത. അത് എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായി പോയി. ചേച്ചി ചിലരൊക്കെ മനസ്സിലാക്കുന്നത് ചേച്ചിയുടെ ആദ്യത്തെ പാട്ട് ചിന്ന ചിന്ന ഹാസ്യം എന്നാണ്. മല്ലികை പൂവായി മാറിവിട ആസൈ. ജാനകിയമ്മ പോലെ ഒരാള് വന്നിട്ട് മിനി ചേച്ചിയെ കുറിച്ച് പറയുന്ന അവസാനല്ലേ, ജീവിച്ചിരിക്കുന്ന അമ്മ. മെതുവ തന്തിയടിച്ചാലേ എതയോ സൊല്ല തുടിച്ചാനെ കൈവച്ചാനെ. അന്ന് ICUല് വെച്ചാണ് ഞങ്ങളുടെ കല്യാണം നിശ്ചയിക്കുന്നത്. സാറ് ഭയങ്കര വിഷമായി സാറിന്. ഞാൻ ഈസി ആയിട്ട് പാടുന്നത് കണ്ടിട്ടുള്ള ആളാണല്ലോ. കുറുക്ക് പാതയിലെ മരിച്ചീ വഴിയിൽ നിന്ന് പാടി കഴിഞ്ഞപ്പോ സാരമില്ല, നീ വിഷമിക്കണ്ട, ശരിയാകും, എന്നാ ചുമ്മാ ഉനക്ക്. ആരു നീ ജിന്മകളെ പേരു ചൊല്ലാമോ. ചേച്ചിയുടെ ജീവിതം പോലെയാണ് ശരിക്കും വേണുനാഗവള്ളി സാറിന്റെ സിനിമയുള്ളത്, കിഴക്കുണരും പക്ഷി. അയ്യോ, എന്റെ ജീവിതമേ അല്ല അത്. സിനിമയ്ക്ക് വേണ്ടി അവര് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. അത് ശരിക്കും ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷമാണോ സാർ കഥ എഴുതുന്നത്? അല്ലല്ല, അതിന് മുമ്പേ തന്നെ. അതിന് മുമ്പേ. അതായത് ഈ ഇൻസിഡന്റ് കണ്ടിട്ടൊന്നും അല്ല. അതായത് ഞാൻ അന്ന് ഗാനമേളയ്ക്ക് പാടി നടക്കുന്ന സമയമാണ് സ്വാഗതം പടത്തിന് വേണ്ടി ട്രാക്ക് പാടുന്നത്. ട്രാക്ക് പാടാൻ ചെന്നപ്പോ ഇനി എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാണോ അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്നോട് നേരെ പറഞ്ഞിട്ടുമില്ല എന്നെ കുറിച്ചാണ് ഈ സിനിമ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പലരും പറഞ്ഞു കേൾക്കുമ്പോ അറിയുന്ന ഒരു അറിവേ ഉള്ളൂ. വേണുനാഗവള്ളി സാറുമായിട്ട് നല്ല ബന്ധമായിരുന്നില്ലേ ആ സമയത്ത്? അതെ. അതേപോലെ തന്നെ ചേച്ചി ഒരു വിവരമുള്ളതെന്ന് വെച്ചാൽ ഒരു ഫാക്റ്റാണ്, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് റഹ്മാൻ സാറിന്റെ തമിഴ് സോങ് ഫസ്റ്റ് പാടുന്നു, ഹിറ്റാവുന്നു. കീരവാണി സാറിന്റെ സിനിമയിലെ ഫസ്റ്റ് തമിഴ് സിനിമയിലെ ടൈറ്റിൽ സോങ് ചേച്ചിയാണ് പാടുന്നത്, അഴകനിൽ പാടുന്നു. ഈ റഹ്മാൻ സാറിന് ഓസ്കാർ കിട്ടി, കീരവാണി സാറിന് ഓസ്കാർ കിട്ടി. ചേച്ചി ആ ഫാക്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ചേച്ചി? സന്തോഷമുണ്ട്. ചേച്ചി തമിഴ് സിനിമകളിൽ രണ്ടും തുടങ്ങി വെക്കുന്നു, അവർക്ക് രണ്ടുപേർക്കും ഓസ്കാർ കിട്ടും. അവര് കേൾക്കണ്ട. എന്റെ വീട്ടിലെ രണ്ടുപേർക്ക് ഓസ്കാർ കിട്ടിയ പോലെ ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അത് വേണം. ചേച്ചിക്ക് റോസ്ലി എന്നുള്ളതാണ് യഥാർത്ഥ പേര്, PJ റോസ്ലി. അതെ. മിനി എന്ന് പറയുന്ന പേര് രാജാ സാറ് മിന്നും കൂടെ ചേർത്ത് തിളക്കമാർന്നത് എന്നുള്ള അർത്ഥത്തിൽ മിൻമിനി ആക്കുന്നു. ചേച്ചിക്ക് കസ്തൂരി എന്ന് പറഞ്ഞ പേരുണ്ട്. ചേച്ചിക്ക് എത്ര പേരാ ഉള്ളത് ആക്ച്വലി? കസ്തൂരി ആരിട്ടതാ? എന്റെ ദൈവമേ, അതിപ്പോഴും എന്റെ ബുക്കിൽ വരെ കിടക്കുന്നുണ്ട് കസ്തൂരി എന്ന പേര്. അതായത് രാജസാർ ഈ പേര് വെച്ചു, മിന്നും കൂടെ ചേർത്ത് മിൻമിനി എന്ന് പറഞ്ഞു. അപ്പം SA രാജ്കുമാർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, സാറിന്റെ പടങ്ങള് ഒരുപാട് ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒത്തിരി പാടിയിട്ടുണ്ട്. എത്രാമത്തെ റെക്കോർഡിംഗ് ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ സാറ് പാപ്പ മിൻമിനി സരിയില്ല, മിൻമിനി വേണ്ട അപ്പാ, നമ്മൾക്ക് ഇവൾക്ക് കസ്തൂരി പേര് വെക്കാം, കസ്തൂരി എന്ന് വെக்கலாம் പേര്, എഴുതുമ്പോ കസ്തൂരി എന്ന് എഴുത്, കസ്തൂരി എന്ന് എഴുതി. കുറെ നേരം അപ്പച്ചനെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം. സാർ ഓരോ സ്റ്റുഡിയോയിലും ഓരോ പേര് വിളിക്കാൻ വേണ്ടി സാർ ഇങ്ങനെ ആയാൽ ഭയങ്കര കഷ്ടമാണ്. ഓരോ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഓരോ പേര് കൊച്ചിന് കൊടുത്താൽ നല്ലതല്ല, മിൻമിനി മതി. പക്ഷെ സാറ് അദ്ദേഹത്തിന്റെ വർക്കുകൾക്കൊക്കെ മിനി എന്നാണ് എന്റെ പേര് വെച്ചിട്ടുള്ളതെന്ന് ഷിജോ പറഞ്ഞ് എനിക്ക് അറിയാം. അപ്പൊ അവൻ പറയാറുണ്ട് മിനി എന്നാണ്. ഞാൻ കാസറ്റ് ഒന്നും കാണാറില്ല. പക്ഷെ കസ്തൂരി എന്നുള്ള പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ആൾക്കാർ വിഷമം, അതെ,
രജനീഷ് അത് കണ്ടുപിടിച്ചു. അതെ 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 അതെ. അതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തി പിന്നീട് ഞാൻ പറയാം. ചേച്ചി രാജ്കുമാർ സാറിന് വേണ്ടിയിട്ട് അടി പൂങ്കുയിലെ പോലെ തന്നെ ഓഹോഹോ പൂങ്കുയിലെ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, അത് ഭയങ്കര രസമാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഒന്നും മൂളിയാൽ. ആ சொல்லு മാമനുക്ക്. അടിപൊളിയാ, നല്ല പാട്ടായിരുന്നു. അതെ അതെ അതെ. രാജാ സാറിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. മുത്താലമ്മയുണ്ട്, കുരുക്ക് പാതയിലുണ്ട്. പക്ഷെ മനോജ് സാറുമായിട്ട് പാടിയിട്ടുള്ള മെതുവ തന്തി അടിച്ചാലേ, മെതുവ തന്തി അടിച്ചാലേ എതയോ சொல்ல തുടിച്ചാനെ കൈവച്ചാനെ കില്ലാടി നീ அடடா கொஞ்சம் நில்லு என்னான்னுதா தெரிஞ்சா அத சொல்லு தாங்காது ஐயா கண்ணு சாமி நான் தேடும் சொர்க்கம் எங்கே காமி. എന്റെ സ്റ്റാൻസ കിട്ട കിട്ട കിട്ടവാ മേളം കൊട്ടവാ ലാലാ 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 സൂടരുത് എനക്ക് ഒന്ന് വീണു. നല്ല രസമാണ് ആ പാട്ട്, ഭയങ്കര ഫോക്ക് സോങ്. SPB-യുടെ ചെറിയ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഒരു ചില ട്വിസ്റ്റുകളുണ്ട്. വോയിസ് എങ്ങോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഐ ലവ് ഇന്ത്യ അല്ലേ, ആ പാട്ടാണോ രജനീഷ് പറയണേ? കുറുക്ക് പാതയിലെ, കുറുക്ക് പാതയിലെ കുറുക്ക് പാതയിലെ മരിച്ചി വഴിയിൽ നിന്ന് ഉറുത്തു ഇള മനസ്സിൻ അർത്ഥം തെരഞ്ഞു നിന്ന് പാകാമ പോറവളെ കുറുവമ്മാ ലലല പതിൽ കൂറാമ പോറവളെ കുറുവമ്മാ ഉനക്ക് வருத்தம் என்ன வருத்தம் என்ன பருவம்மா நாம ലിറിക്സ് മറന്നുപോയി. അടിപൊളിയാ, നല്ല പാട്ടാണ്. ആ പാട്ടിലൊക്കെ ഇടയ്ക്ക് ബിറ്റുകൾ ഉണ്ടല്ലോ. അയ്യോ, ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ കുറെ ഉണ്ട് അതില്. ഇനിയൊരു പാട്ടുണ്ട്, കാറ്റ് പൂവൈ പാർത്ത് കൂരാതോ നല്ല രസമുള്ള പാട്ടാണ്. അപ്പൊ ആ പാട്ട് സത്യത്തില് ആശാജി പാടാനിരുന്നതാണ്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പൊ അവസാനം എന്നെ വിളിച്ചാണ് ആ പാട്ട് പാടിപ്പിച്ചത്, രാജാ സാറിന്റെ. അത് പാടാൻ ചെന്നപ്പോഴാണ് ഞാൻ അറിയണേ ആശാജി പാടാനിരുന്ന പാട്ടാണ്. ആൾക്ക് എന്താന്നറിയില്ല, നന്നായി പാടണം എന്നൊക്കെ പറഞ്ഞു സുന്ദരരാജ് സാറ്. ആശാജി പാടുற മാതിരിയെ പാട് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു ആ റെക്കോർഡിംഗ് ഒക്കെ. ശരിക്കും റഹ്മാൻ സാർ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ജാനകി അമ്മ മൂന്നും കൂടെ ചേരുന്നതാണ് ശരിക്കും മിൻമിനിയാണ്. അടിപൊളിയല്ലേ? അവാർഡ്. അതെ, എന്തിനാ അവാർഡ്? അതെ ചേച്ചി, അല്ല അവരുടെയൊക്കെ മനസ്സില് അങ്ങനെയൊക്കെ ഓരോ മാർക്കുകൾ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ അംഗീകാരമാണ്. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയില് ശുഭ മാമിന്റെ ഒക്കെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് പാടവാ ഡും ഡും ആട്ടമാടവാ. അതിൽ ചേച്ചിയും പാടിയിട്ടുണ്ട്. എനിക്ക് കാക്കാ പൂച്ച ഭയങ്കര ഇഷ്ടമാണ്. രാജാ സാറിന്റെ തന്നെ, പപ്പയുടെ സ്വന്തം അപ്പൂസ്. കാക്കാ പൂച്ച കൊക്കരക്കോഴിവാ ഒട്ടകമാ. അതെങ്ങനെയാ ചേച്ചി? പൂച്ച കൊക്കരക്കോഴിവാ ഒട്ടകമാനമയിലേ ഇനി ആച്ച പോച്ച പട്ടണ താണ്ഡവം കെട്ടണമാടിയതിലേ തപ്പും കൊട്ടി താളം തട്ടി പാടാം വാ അപ്പുക്കുട്ട ഉപ്പും കൊണ്ടു കേറാം വാ ആർപ്പു വിളി ആർഭാടം കൊമ്പുവിളി കൂത്താട്ടം ഹേ മനസ്സിലൊരു മാമാങ്കം തക്കിട ധിമി ബം 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 വെറും കാക്ക പൂച്ച. ചേച്ചി ഇങ്ങനെയൊക്കെ പാടുന്ന ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇന്ത്യ മുഴുവനും പാടി തകർക്കുന്നു. ചേച്ചിയുടെ ചില ഫോട്ടോസ് കാണുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ചേച്ചിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആരാധകരുടെ എണ്ണം ഞാൻ ആലോചിച്ചത്.
ഈ പെണ്ണിനെ കണ്ടാൽ ആ. അത്യാവശ്യം ആൾക്കാരൊക്കെ നോക്കും. ആഹാ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും പാടി നടക്കുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. ഉം. ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും. ഉം. അതിലൊരുപാട് പ്രമുഖരൊക്കെ ഉണ്ടാവും. ഉം. ഇപ്പോൾ തൽക്കാലം ചേച്ചി പറയണ്ട, പക്ഷേ ആരാധകരെയൊക്കെ എങ്ങനെയാണ് ചേച്ചി നിയന്ത്രിച്ച്? ഓ, നമ്മൾ ആരാധകരെ കാണുന്നേ ഇല്ലല്ലോ. ഓ, അന്നത്തെ കാലമായതുകൊണ്ട് വാട്സപ്പും ഈ ഇൻസ്റ്റയൊന്നും ഒരു ശല്യം ഇല്ലാത്തതുകൊണ്ട്. ഉണ്ടായിട്ടില്ല. പക്ഷെ നേരിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ചേച്ചി. കത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ആ. ഒരുപാട് കത്തുകൾ വരുമായിരുന്നു. അപ്പച്ചനും ഞാനും ചേച്ചിയും ചേച്ചിയും കൂടി ഇരുന്ന് വായിക്കും. ഉം. അങ്ങനെ മറുപടികളൊന്നും അയച്ചിട്ടില്ല ഉം. കത്തുകൾക്കൊന്നും. ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. ഉം. നമുക്ക് ഉടനെ റിപ്ലൈ കൊടുക്കുക എന്നൊന്നും അന്നില്ലാത്തൊരു കാര്യമല്ലേ. ഉം. പിന്നെ ഈ വരുന്ന കത്തുകൾ 1-2 കത്താണെങ്കിൽ നമുക്ക് എഴുതാം. മറുപടി കൊടുക്കാം. എണ്ണം കൂടുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ നമ്മളത് വായിക്കും, സന്തോഷിക്കും എന്നല്ലാതെ ഉം. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അന്നൊക്കെ. ഉം. ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട് കത്തുകളൊക്കെ കണ്ട്. അതെഴുതിയ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടാവും ചിലപ്പോൾ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന അവാർഡുകൾ പോലെയാണല്ലോ ഓരോ കത്തും. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ്, അന്നൊക്കെ ഒത്തിരി ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തരും. ആ, ആ. ഇന്നെങ്ങനെയാന്ന് ഇപ്പം ഞാൻ അധികം പ്രോഗ്രാംസിന് പോവാറില്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അന്നൊക്കെ ഗോൾഡ് വാച്ചസ്, ബാഗ്സ്, അങ്ങനെ ഒത്തിരി നല്ല നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെ വന്ന് പ്രപ്പോസലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉം. സിംഗപ്പൂരിൽ നിന്നൊക്കെ അങ്ങനെ 2-3 പേര് വന്നിട്ടുണ്ട്. ഉം. സിലോൺ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. സിലോണിൽ നിന്നൊക്കെ എന്തായാലും ആൾക്കാർ വന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും. ഇവിടെ നിന്നുണ്ട്, ആ, ഇവിടെ നിന്നുണ്ട്, നാട്ടിൽ നിന്നുണ്ട്. കുറെ പ്രമുഖരൊക്കെ ഉണ്ടാവും. ഉണ്ടാവും, ഉം. ഉണ്ടായിരുന്നു. ആ, ചേച്ചി ഇതൊക്കെ എന്നാ എഴുതുക? അയ്യോ, ഞങ്ങക്ക് പ്രമുഖരെ വേണ്ട. പേരറിയാൻ വേണ്ടിട്ടല്ല, ചേച്ചി ഇതൊക്കെ ഒന്ന് റെക്കോർഡിക്കലാക്കണ്ടേ? എഴുതണ്ട, ആ, എഴുതാതിരിക്കണ നല്ലത്. ആ, പക്ഷെ മക്കള് സമ്മതിക്കുന്നില്ല. ആ. പിന്നെ ഷിജോ പറയപ്പോഴും ചേച്ചി എഴുതണം. അതെ, അതെ. എഴുതാം, എന്ന് എഴുതും. പ്രപ്പോസലിന്റെ കാര്യം അല്ലെങ്കിലും ഉം. ഞാൻ വന്ന വഴികള് അത്ര എളുപ്പ വഴികളായിരുന്നില്ല. അല്ല, ചിലരൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചേച്ചിയുടെ ഒരു 180 കഴിഞ്ഞുള്ള പാട്ട്, കൃത്യമായിട്ട് 182 എന്ന് വേണമെങ്കിൽ തൽക്കാലം കണക്ക് കൂട്ടാം. 182ാമത്തെ പാട്ടാണ് ചിന്ന ചിന്ന ആശയ. എന്നിട്ട് ചേച്ചി ചിലരൊക്കെ മനസ്സിലാക്കുന്നത് ചേച്ചിയുടെ ആദ്യത്തെ പാട്ട് ചിന്ന ചിന്ന ആശയം എന്നാണ്. അതിനു മുമ്പ് ചേച്ചി പാടി തകർത്ത് കഴിഞ്ഞു, എന്നിട്ടാണ് ചിന്ന ചിന്ന ആശയം റോജ പാടുന്നത്. ഞാനൊരു 15,000 പാട്ടുകൾക്ക് മേലെ നാട്ടിൽ പാടിയതിന്, സിനിമയല്ല, നോൺ ഫിൽമി സോങ്സ്, ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ, ഹിന്ദു ഡിവോഷണൽ, മാപ്പിളപ്പാട്ടുകൾ, ഭജൻസ്, ഡ്രാമ സോങ്സ്, അങ്ങനെ കുറേ റെക്കോർഡിങ്സ് പാടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, 84 തുടങ്ങി ഞാൻ സ്റ്റുഡിയോയിലാണ്. 91 വരെ, 91 ജാനുവരി ഇവിടുന്ന് ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ സ്റ്റുഡിയോയിലാണ് ഫുൾ ടൈം. എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടില്ല. എഴുതി കുറേ ബുക്കുകളൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു. എത്ര പാടി എന്ന് ചോദിച്ചാൽ അതിനൊരു കണക്ക് പറയാൻ സത്യത്തിൽ എനിക്കറിയില്ല. അതിനു വേണ്ടും പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ പാടിയതെല്ലാം നമ്മുടെ ഈ മണ്ണിലെ, മലയാള മണ്ണിലെ ലെജൻസിൻ്റെ കൂടെയായിരുന്നു. പക്ഷെ അതെനിക്ക് അന്നറിയില്ലായിരുന്നു. അർജുന മാഷ്, ജെറിയമൽ ദേവ് സാറ്, പെരുമ്പാവൂർ ജി സാറ്, കലവൂർ ബാലൻ സാറ്, രാഘവ മാഷ്, വിദ്യാധരൻ മാഷ്, ഫ്രാൻസിസ് വലപ്പാട്, സുരേന്ദ്ര മാഷ്, ഇങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്. എനിക്കറിയില്ല അത്രമാത്രം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഏറ്റവും പ്രഗത്ഭരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ ശബ്ദമൊക്കെ പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവണത്. സത്യം, എനിക്കറിയില്ലായിരുന്നു ഇവരൊക്കെ ഇത്രയും മഹാന്മാരാണ് എന്നുള്ളത്. ചിന്ന ചിന്ന ആശയം ഒന്ന് പാടുക ചേച്ചി. മല്ലികை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களை எல்லாம் தொட்டுவிட ஆசை, சோகங்களை எல்லாம் விட்டுவிட ஆசை,
சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ആസൈ. ചേച്ചി ശബ്ദം നഷ്ടപ്പെട്ടതിന് ശേഷവും റഹ്മാൻ സാറ് പാട്ട് പാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു അനുഭവം ചേച്ചി പറഞ്ഞു. പാടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹലോ പറഞ്ഞത് എങ്ങനെയാണ്, ആ ശബ്ദം ഉണ്ടെങ്കിൽ പിന്നെ പാടിക്കൂടെ എന്ന് ചോദിച്ചു. സാങ്കേതികമായി കൂടെ റഹ്മാൻ സാറ് കുറച്ചുകൂടെ മുൻപോട്ട് പോയത് കൊണ്ടാണ് അന്ന് അത് പാടിപ്പിക്കാനൊക്കെ കഴിഞ്ഞത്, അല്ലെങ്കിൽ പറയിപ്പിച്ച് പാട്ടായിട്ട് എടുക്കാൻ കഴിഞ്ഞത്. അതിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ചേച്ചി റഹ്മാൻ സാർ ശരിക്കും ബുദ്ധിമുട്ടിയായിരിക്കാം ഒരു പക്ഷേ അത് കൈകാര്യം ചെയ്തത്. കാരണം ഇത്രയും നല്ലൊരു സിംഗറിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എങ്ങനെയായിരുന്നു? എനിക്കറിയില്ല ഇല്ലായിരുന്നു. സത്യത്തില്. ഞാൻ അവിടെ വിഷമിച്ച് നിന്ന് പാടി, അത്ര എനിക്കറിയുള്ളൂ. മറുഭാഗത്ത് എന്ത് നടക്കണു എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഗ്ലാസിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം. എനിക്കൊട്ടും ടെൻഷൻ തന്നിട്ടേ ഇല്ല സാറ്. ഭാരതിരാജ സാർ ഉണ്ടായിരുന്നു അന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോ. സാറ് ഭയങ്കര വിഷമായി സാറിന്. ഞാൻ ഈസി ആയിട്ട് പാടുന്നത് കണ്ടിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ പാടി കഴിഞ്ഞപ്പോ സാരമില്ല, നീ വിഷമിക്കണ്ട, ശരിയാകും, എന്ത് പറ്റി നിനക്ക് എന്ന് എന്നോട് വന്ന്, എന്നാച്ചുമ്മ ഉനക്ക്, ഏൻ കുരൽ ഇപ്പിടി ആച്ച് ഉനക്ക് എന്ന് ചോദിച്ചിട്ട് കുറെ വിഷമിച്ച് സാറന്ന്. എന്തു പറയാനാ, ഞാൻ വെറുതെ നോക്കി നിന്നു, അത്രേ ഉള്ളൂ. ഈ വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ ചേച്ചി അന്ന് എത്രത്തോളം ശ്രദ്ധിക്കുമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിക്ക് ഈ ഫോട്ടോ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതൊന്ന് പറയുമോ ചേച്ചി? ഇത് ഏതിന്റെ? ഇത് ചിന്ന ചിന്നാസൈ പാടിയതിന് ശേഷം, ഈ റോജ റിലീസാകുന്നതിന് മുൻപുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി ചെന്നതാണ്. സുജാത ചേച്ചി ഉണ്ടായിരുന്നു, സുജാത ചേച്ചി ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പൊ ഫോട്ടോയ്ക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. അത് മാഗസീനിന്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. മാഗസീനിന് വേണ്ടി. അന്ന് പലതരത്തിലുള്ള റൈറ്റപ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇത് ദുബായ് ഷോ ആണ്. ദുബായ് ബാലുങ്കളുടെ കൂടെ. തമിഴിലൊക്കെ ഒത്തിരി വാരികകളുണ്ട്. ഇപ്പൊ കുമുദം, എല്ലാ വാരികകളിലും ചേച്ചിയെ കുറിച്ചുള്ള റൈറ്റപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഗായികമാരെ കുറിച്ച്, സുജാത ചേച്ചി, മിൻ ചേച്ചി, അങ്ങനെ മലയാളികളായിട്ടുള്ള ഗായകര് അവിടെ പോയിട്ട് തെന്നിന്ത്യ മുഴുവൻ കീഴടക്കുന്ന, അതെ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ ചേച്ചി ചിന്ന ചിന്ന ആശ പാടിയതിന് ശേഷം മലയാളത്തിൽ തുടർച്ചയായിട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ ആ സമയത്ത് ചേച്ചി എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നാണ് ചേച്ചി മനസ്സിലാക്കണം. കൂടുതൽ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതേ ചേച്ചിക്ക് തിരക്കായി പോയതുകൊണ്ട് ഉപയോഗിക്കാതെ പോയതാണോ? ഇതൊന്നും എനിക്കറിയില്ല രജനീഷേ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഞാൻ വെറുതെ പറയണതല്ല അത്. എൻ്റെ ചിന്തകളൊന്നും ആ വഴിക്കൊന്നും നീങ്ങാറേ ഇല്ല. എന്നെ വിളിച്ചാൽ ഞാൻ പോയി പാടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റെക്കോർഡിംഗ് ഇല്ല എങ്കിലും എനിക്ക് വേറെ തരത്തിലുള്ള തിരക്കുകളുണ്ട്. പ്രോഗ്രാംസിന്റെ തിരക്കുകൾ, ഫോറിൻ ടൂറുകൾ. അന്ന് അങ്ങനെയായിരുന്നു. എത്രാമത്തെ പാസ്പോർട്ടാന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ. അത്രമാത്രം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ 24 വയസ്സിനുള്ളിൽ ഈ 3 വർഷം ഞാൻ എത്ര പ്രാവശ്യം ട്രാവൽ ചെയ്തെന്ന് നോക്കി പറയേണ്ടി വരും. അത്രമാത്രം ഷോസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ജോയ് ചേട്ടനെ കുറിച്ച്, ജോയ് മാത്യു കീബോർഡിസ്റ്റ് ആണ്. പുള്ളിയെ കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതാണോ, അല്ലാതെ നേരിട്ട് സ്ട്രൈറ്റ് മാരേജ് ആയിരുന്നു? ഞാൻ ചേട്ടനെ കാണുന്നത് 87-ലാണ്. കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ചെറിയ ഓർക്കസ്ട്ര ആലുവയിലുണ്ടായിരുന്നു. ഓർക്കസ്ട്രയുടെ ഓണർ ഡേവിഡാണ് ഡ്രംസ് പ്ലേ ചെയ്യണ. ഡേവിഡ് ഭയങ്കര മിടുക്കനാ. എന്ന് വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പൊക്കിക്കൊണ്ടുവന്ന ആളാണ് ഡേവിഡ് അവിടെ ഒരു കുഞ്ഞു ഓർക്കസ്ട്ര തുടങ്ങി. അപ്പം അതിൽ വായിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നത്. അപ്പം ചേട്ടൻ്റെ അപ്പച്ചൻ ഭയങ്കര പാട്ട് ഇഷ്ടമുള്ള ആളാണ്. ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ അപ്പച്ചനും ഉണ്ടാവും. അങ്ങനെ എൻ്റെ അപ്പച്ചനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി. ഞങ്ങൾ പ്രോഗ്രാമിന് മുമ്പ് യാത്ര ചെയ്യുമല്ലോ. ഇപ്പം ഇന്ന് ഇവിടെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് സ്റ്റേജ് ചിലപ്പോൾ ഒരു 4 മണിക്കൂർ ദൂരത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പം അത്രയും സമയം നമുക്ക് ചെലവഴിക്കാനുണ്ടല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം ഒരു ഫാമിലി പോലെയാണ് ആ ഗ്രൂപ്പ്. അപ്പം അങ്ങനെ ഞങ്ങൾ വർഷങ്ങളോളമുള്ള പരിചയമുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആങ്ങളമാരില്ല എനിക്ക്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും ഈ ഓർക്കസ്ട്രയിൽ പാടുന്നുണ്ട്. അപ്പം ചേച്ചി ഞാനും ഉണ്ടാവും, അപ്പച്ചനുണ്ടാവും. അവിടുത്തെ അപ്പച്ചനും ചേട്ടനും ഉണ്ടാവും. അതുപോലെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അതിൽ എന്താ പറയുക, പ്രേമമോ അതൊന്നുമില്ല. ആ
ഭയങ്കര നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പവർ ആ ഓർക്കസ്ട്രയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരെല്ലാവരും ഞങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഞാൻ ചെന്നൈക്ക് പോകുന്നതിന് ശേഷം എൻ്റെ അപ്പച്ചന് ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് പേഷ്യൻ്റായി. അപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് വന്ന സമയത്ത് ഇവിടെ നിന്ന് ചേട്ടൻ്റെ അപ്പച്ചൻ കാണാൻ വന്നു. അപ്പച്ചൻ ICUലായിരിക്കുമ്പോൾ അന്ന് ICUയിൽ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം നിശ്ചയിക്കുന്നത്. ഓ അടിപൊളി. ഞാനും ചേട്ടനും ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ തൃശ്ശൂർ സൈഡിൽ ഞാനും ചേച്ചിയും പ്രോഗ്രാമിന് പോയാൽ ഞങ്ങളുടെ വീട് ആലുവയിലാണല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആലുവ വരെ വരാൻ അല്ലെങ്കിൽ ആ പരിസരത്ത് കൊരട്ടി പരിസരത്തൊക്കെയാണ്, കൊരട്ടിയിലാണ് ചേട്ടൻ്റെ വീട്. അവിടെയൊക്കെ പ്രോഗ്രാം ആണെങ്കിൽ ഞങ്ങൾ രാത്രി ചേട്ടൻ്റെ വീട്ടിലാണ് ഉറങ്ങുക. അപ്പോൾ അമ്മച്ചി ഞങ്ങൾ ചെല്ലണമെന്ന് നോക്കിയിരിക്കും. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും അവിടുത്തെ അമ്മച്ചി, ചേട്ടൻ്റെ അമ്മച്ചി. അപ്പം ഞങ്ങൾ അവിടെ കിടന്നു, ഞാനും ചേച്ചി അവിടെ ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബ്രദറോ ആരെങ്കിലും ഞങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലാക്കും. അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ആ ഫാമിലിയായിട്ട്. അപ്പം അങ്ങനെ അപ്പച്ചന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ അപ്പച്ചൻ കാണാൻ വന്നു. ICUയിൽ വെച്ച് അപ്പച്ചിക്ക് വിഷമം, എൻ്റെ കാര്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ, ബ്രദേഴ്സൊന്നും ഇല്ലല്ലോ എനിക്ക്. അപ്പം അപ്പച്ചനാണ്, എൻ്റെ അപ്പച്ചനാണ് ചേട്ടൻ്റെ അപ്പച്ചനോട് ആഗ്രഹം പറഞ്ഞത്, ഇങ്ങനെ ജോയ് മോനെ കൊണ്ട് മോളുടെ കല്യാണം നടത്താൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഓക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. പിന്നെ ഉറപ്പിച്ചത് 91-ലാണ്. പക്ഷെ 91-ന് ശേഷം ലവ് ആയിരുന്നു. 95 കല്യാണം വരെ ഭയങ്കര പ്രേമിച്ച് നടന്നു. അടിപൊളി. അപ്പോൾ പ്രേമിച്ച് നടന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ നമുക്കൊരു പാട്ട് വെക്കാം. തുളസി കൃഷ്ണ തുളസി, ചേച്ചിയുടെ വേറെ ലെവൽ പാട്ട്. തുളസി എന്ന് പറഞ്ഞിട്ടൊരു വോക്ക് പോവും. ചേച്ചിക്ക് പാടാൻ പറ്റും ഇപ്പോൾ? അത്ര പെർഫെക്ഷനിൽ പാടാൻ ബുദ്ധിമുട്ട്. ചേച്ചി ഉള്ള പെർഫെക്ഷൻ മതി. തുളസി കൃഷ്ണ തുളസി നിന്റെ നീലാഞ്ജനവർണ്ണത്തിൽ നീലാംബരം കണ്ടു, നീലക്കടൽ കണ്ടു, പീലിമുടി ചൂടും കണ്ണനെ കണ്ടു. ചേച്ചി ആ കാലഘട്ടത്തിൽ പോപ്പുലർ ആക്കിയ സോങ്ങുകളിൽ ഒന്നായിരുന്നു അത് ചേച്ചി. അതേപോലെ തന്നെ ചേച്ചി സൗപർണികാമൃത വീജികൾ പാടും. രവീന്ദ്രൻ മാഷിന്റെ, ജയകുമാർ സാറിന്റെ അസാധ്യമായ വരികൾ ചേച്ചിക്ക് പാടാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് അതൊരു അസാധ്യ പാട്ടാണല്ലേ. ഈ പാട്ടുകളൊക്കെ നമ്മൾ പറയുമ്പോഴും അതെവിടെയോ ഒന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരും. സൗപർണികാമൃത വേണുനാഗവള്ളി സിനിമയായിരുന്നല്ലോ കിഴക്കോട് പക്ഷി. അതുകൊണ്ടാണോ ശരിക്കും പാട്ട് വന്നത്? എങ്ങനെയാണ് പാട്ട് വന്നത്? അറിയില്ല, കഥകൾ ഒന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ഈ പാട്ട് ആദ്യമായിട്ട് തന്നെ പാടാൻ വിളിച്ചപ്പോൾ രവീന്ദ്രൻ മാഷ് വിളിക്കുമ്പോൾ എനിക്ക് രവീന്ദ്രൻ മാഷാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയ പനിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. എൻ്റെ പൊന്നെ ഭയങ്കര പനിയായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒട്ടും വയ്യ പാടാൻ. നിറച്ച ഓർക്കസ്ട്രയും. മാഷിനെ കണ്ടോടുകൂടി ഒന്നുകൂടി കൈയും കാലും വരച്ചു. മാഷിനെ ഇങ്ങനെ നോക്കണം നമ്മള്, അത്രയും ഭയങ്കര വലിയൊരു മനുഷ്യനല്ലേ. ആദ്യമായിട്ടാണ് മാഷിനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പാടി, ഒട്ടും നന്നായിട്ട് പാടിയില്ല, ഭയങ്കര മോശമായിട്ട് പാടി വെച്ചു. ദാസേട്ടൻ ഇത് കേട്ടിട്ട് ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ദാസേട്ടൻ പറഞ്ഞ മിനി ആണ് ഈ പാടണത്. മിനി ഇതല്ല, ഇങ്ങനെയല്ല പാടണത്. മിനീനെ രണ്ടാമത് വിളിച്ച് പാടിക്കുന്നത് അവൾക്ക് സുഖമില്ലാണ്ട് പാടിയേക്കണമെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെ രണ്ടാമത് മാഷ് വിളിപ്പിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ്, ഇത് ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ ചിരിപ്പിച്ച് എന്നിട്ട് ടെൻഷനൊക്കെ മാറ്റിയിട്ടാണ് ഇതെന്നെ കൊണ്ട് പാടിച്ചത്. ഈ വിവരം തന്നെ ഞാൻ അറിയണത് മാഷ് മരിച്ചതിന് ശേഷം. അതായത് എൻ്റെ ടെൻഷൻ കളയാൻ ഇങ്ങനെയൊക്കെ മാഷ് ചെയ്തു,
അതിന് മുമ്പ് ദാസേട്ടൻ്റെ ഇത് കേട്ടു. ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദിവസം നമ്മുടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റായി കുറേ നാൾ കഴിഞ്ഞ് മാഷ് മരിച്ചു പോയതിന് ശേഷം ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ബിജു നാരായണൻ്റെ അടുത്ത് മാഷ് പറയാണ് ഈ സംഭവം, ഞാൻ ഈ പാട്ട് പാടിയ എന്നെ ഈ പാട്ട് പാടിക്കാനുള്ള സംഭവത്തെക്കുറിച്ച് മാഷ് പറയുമ്പോൾ മാഷില്ല. ഞാനത് കാണുമ്പോൾ അയ്യോ അതൊരു വല്ലാത്തൊരു അറിവായിപ്പോയി. എന്നുവെച്ചാൽ മാഷ് എന്നെ, ഞാനൊരു തുടക്കക്കാരിയല്ലേ, അത്രയും വലിയൊരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും. മാഷിൻ്റെ എത്രയോ ഗായകരുണ്ട് അല്ലേ, പക്ഷെ ആ ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട് ആ വാക്കിനെ മാനിച്ച് മാത്രം എന്നെ പാടിപ്പിച്ചതാണ് സൗവർണികാമൃതം. അത് എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി. എന്നുവെച്ചാൽ എൻ്റെ പാട്ടിനെ ഇത്രയും അവർ കരുതിയല്ലോ എന്നോർത്തൊരു, അത് മനസ്സിന് വല്ലാത്തൊരു സുഖമാണോ വേദനയാണോ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ചേച്ചി 3 ചേച്ചിമാർ ഉണ്ട് ചേച്ചിക്ക് അല്ലേ? 3 പേരും അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നവരായിരുന്നു. അത്യാവശ്യമല്ല, നന്നായി പാടുന്നത്. ജാൻസി ചേച്ചി സിനിമയിൽ പാടിയിട്ടില്ല ഒത്തിരി പാട്ട്. ജാൻസി ചേച്ചി ഒത്തിരി അല്ല, ചേച്ചി ഭയങ്കര പേടിക്കാരിയാണ്. രാജാസാറിൻ്റെ അടുത്ത് തന്നെ വോയിസ് ടെസ്റ്റിന് ചേച്ചിനെ വിളിച്ചിട്ട് പാടണില്ല, എന്ന് വെച്ചാൽ ചേച്ചിക്ക് അറിയാം ഇവരൊക്കെ എത്രത്തോളം വലിയ മഹാന്മാരാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആൾക്ക് ഇത്തിരി വിവരം ഉള്ളത് കൊണ്ട് പേടി കൂടും. നമുക്ക് വിവരമില്ലല്ലോ, അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കാനില്ല. അതാണ് പേടിയില്ലാത്തത്. അപ്പൊ ചേച്ചിനെ അങ്ങനെ രാജാസാറ് വോയിസ് ടെസ്റ്റിന് വിളിച്ചിട്ടൊന്നും ചേച്ചിക്ക് പറ്റണില്ല. ഭയങ്കര പേടിയാ. വീട്ടില് അപ്പൻ പാടുമായിരുന്നു നാടക ഗാനങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും പാടുമായിരുന്നു. അപ്പച്ചൻ്റെ ഫാമിലിയില് ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട്. അമ്മച്ചിയുടെ ബ്രദേഴ്സ് എല്ലാം പാടും, ബ്രദേഴ്സിന്റെ മക്കളെല്ലാം പാടും. ഞങ്ങള് ഗെറ്റ് ടുഗദർ വെച്ചാല് വീട്ടില് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാല് ഒരു 10-60 പേരുണ്ടാവും. പാടാൻ തന്നെ എല്ലാവരും പാടും. പക്ഷെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചേച്ചി ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിക്കാൻ പോയത്, അങ്ങനെയാണ് കേട്ടത്. ഞാനോ? ഇല്ല, അപ്പച്ചൻ്റെയാണ്. അപ്പച്ചനാണ് അതിന്റെ സ്ട്രോങ് പില്ലർ, കൂടെ വരുന്നതും. അമ്മച്ചി അങ്ങനെ ഒരു അഭിപ്രായങ്ങളും പറയാത്ത ഒരു അമ്മച്ചിയായിരുന്നു. ഒരു പാവ അമ്മച്ചി, ഒരു വിശുദ്ധ. ഞങ്ങളുടെ അപ്പച്ചൻ പറയും അമ്മച്ചീനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള തിന്മകളല്ലാതെ, അതിലൊരുപാട് അർത്ഥമുണ്ട്. നിങ്ങളുടെ അമ്മച്ചിക്ക് യാതൊരു തിന്മകളും ഇല്ല, രൂപക്കൂട് പണിത് അതിൽ വെക്കാന്ന്. അത്രയും നിഷ്കളങ്കയാണ് അമ്മച്ചി ആയിരുന്നു. SP വെങ്കടേഷ് സാറിന്റെ കുഞ്ഞു പാവയ്ക്കിന്നല്ലോ, അതിനേക്കാളും രസമാണ് സ്വയംവരമായി മനോഹരിയായി ദേവരാജൻ. സോങ് ചേച്ചി ഓർക്കണം, ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. മൂളി നോക്കാം. സ്വയംവരമായി മനോഹരിയായി ദേവരജനി വിടരുകയായി, ശകുന്തളയും പ്രിയം വദയും ശുഭോദയ ചന്ദ്രികയാ കുളിരേകി. വേറെ ലെവൽ മ്യൂസിക് ആണ് നമ്മള്, വ്യത്യസ്തന്നൊക്കെ പറയില്ലേ. അതേപോലെ ജോൺസൺ മാഷിന്റെ വെള്ളിത്തിങ്കൾ നമ്മൾ പറഞ്ഞു പോയെങ്കിലും അതിനെക്കുറിച്ചുള്ള വിശേഷം പറഞ്ഞില്ല. ശരിക്കും ഗിരീഷേട്ടൻ്റെ അസാധ്യമായ എഴുത്തിൽ ഒന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. അതൊരു ഇറോട്ടിക് സോങ് കൂടെയാണ് ചേച്ചി. കിടിലം പാട്ടാണ്. വെള്ളിത്തിങ്കൾ എങ്ങനെ ഉണ്ടായെന്ന് പറയുക ചേച്ചി. അയ്യോ, അത് ദാസേട്ടൻ പാടി വെച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ പാടിയത്. അത് വോയിസ് മിക്സിംഗ് ആയിരുന്നു SPB സാറിന്റെ സ്റ്റുഡിയോയിൽ, കോതണ്ടപാണി സ്റ്റുഡിയോ. ഇപ്പൊ ആ സ്റ്റുഡിയോ ഒന്നും ഇല്ല. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തോവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാപ്പൂം ചെപ്പിലേ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. ഭയങ്കര രസമാണല്ലേ. നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്, നല്ല വരിയാണ്. ആ പടവുമായിട്ട് ഭയങ്കര
സിങ്ക് ആയിട്ടുള്ള എഴുത്താണ് ഗിരീഷ് ചേട്ടൻ്റെ. അതുപോലെ അതിൽ വേറൊരു പാട്ടുണ്ട്. ஒரு சனம் ஓடி வந்து சேரு കൗണ്ടറുടെ പിറന്നാൾ വരുമ്പോൾ പാടുന്നു. മണ്ണെടുത്ത് നാന് தன்மதுர சொக்கரையே சொக்க வைக்கும் எங்க அப்பா ஏலேலோ ஏலேலோ രംഗനക്ക് മച്ചിനര് വില്ലെടുത്ത അർജുനര് ഏലേലോ ഏലേലോ. നല്ല പാട്ടാ, ഡാൻസിന്റെ പാട്ട്. അതെ 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 തമിഴും മലയാളവും മിക്സ് അതെ ആയിട്ട് മിക്സ് വരും. ചെയ്തിട്ടാണ് കൗണ്ടറുടെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. അതൊക്കെ പാടുമ്പോ എന്താ പറയാ, ജോൺസേട്ടൻ പാടി കഴിഞ്ഞു കഴിയുമ്പോ ഒന്നിങ്ങനെ വരും സ്റ്റുഡിയോയുടെ ആ വോയിസ് റൂമിന്റെ അടുത്ത്. നീ എന്താ പാടിയത് എന്ന് ചോദിക്കും. ആദ്യമൊക്കെ എനിക്ക് ദൈവം പാടിയത് ശരിയാവാണ്ട് പറഞ്ഞു കാണും എന്ന് തോന്നും. പിന്നെ കൊള്ളാം, നന്നായിരുന്നു എന്ന് പറയും. അത്രേ ഉള്ളൂ. ഭയങ്കര വാത്സല്യായിരുന്നു. ചേച്ചിയെ പുകഴ്ത്തി പറയുന്ന മറ്റൊരാളാണ് ജാനകിയമ്മ. അശ്ശോ, ജാനകിയമ്മ ഭയങ്കര രസമായിട്ടാ ചേച്ചിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു രോമാഞ്ചം ഉണ്ടാവില്ലേ, ജാനകിയമ്മയെ പോലെ ഒരാള് വന്നിട്ട് മിനി ചേച്ചിയെ കുറിച്ച് പറയുന്ന ഒരു സാധനമില്ലേ. ജാനകിയമ്മയെ കുറിച്ച് പറയൂ. ജീവിച്ചിരിക്കുന്ന അമ്മ, അങ്ങനെ പറയാം. എൻ്റെ അമ്മച്ചിയും പോയി, ചേട്ടൻ്റെ അമ്മച്ചിയും പോയി, രണ്ടമ്മച്ചിമാരും ഇല്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. ആ വീട്ടിൽ ഏറ്റവും ആദ്യം വന്ന സെലിബ്രിറ്റിയാണ് ജാനകിയമ്മ. ഇനി അതിനപ്പുറത്തേക്ക് വേറെ സെലിബ്രിറ്റി ഇല്ല. നമ്മൾ ക്ഷണിച്ചിട്ടോ ഒന്നുമല്ല. അമ്മ ഇവിടെ തൃശ്ശൂർ എവിടെ ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ തലേദിവസം അവിടെ എന്നോട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് വേറൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. വെളുപ്പിനെ വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ അമ്മയുടെ കോള് കണ്ടിട്ടാ. ഇനി നീ വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് വരികയാണ്. ഒരു 2 മണിക്കൂറിനുള്ളിൽ ആള് വീട്ടിലെത്തി. മോനും ഉണ്ടായിരുന്നു, മുരളിയണ്ണൻ ഉണ്ടായി. കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. ചേച്ചിയുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ബിജുപാല്, ദീപക് ദേവ്, ഒടുവിൽ ഗോപി സുന്ദറൊക്കെ ഉപയോഗിക്കുന്നത്. ഗോപി സുന്ദറിന്റെ മിലിയിലെ പാട്ട് ഹിറ്റായി. മിലിയിലെ പാട്ടൊന്ന് പാടുക. കൺമണിയേ കൺമണിയേ പാട്ടുമൂളുകില്ലേ കൺമണിയേ കൺമണിയേ പാട്ടുമൂളുകില്ലേ കൺമുന്നിൽ കാണുന്ന ദേവാംശമല്ലേ നോവിൽ തലോടാനായി നിൻ സ്നേഹമില്ലേ കണ്ണിൻ കണ്ണായി എന്നും നീ കൺമണിയേ. ചേച്ചിയുടെ ബർത്ത്ഡേ എത്രാമത്തതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ആഘോഷിക്കുന്ന സമയത്ത് അയ്യോ, ഇവരെല്ലാവരും വന്നിട്ട് ചേച്ചിയുടെ ആശംസകൾ പറയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ കാലഘട്ടത്തിലും ചേച്ചി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി പാട്ട് പാടുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. 94 ശരിക്കും ഫീൽഡ് തീർന്നു. ചെയ്യുന്നു. പിന്നെ ഭൂതക്കണ്ണാടി ഫിലിമിന് വേണ്ടി പാടി. അങ്ങനെ ജോൺസേട്ടൻ്റെ പാട്ടുകൾ 4-5 അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടി. പിന്നെ പാടിയിട്ടേയില്ല. അത് ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നത് കൊണ്ട് പോയി പാടുന്നതാണ്. എന്നുവെച്ചാൽ നമ്മളെ ക്ഷമയോടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ ഉള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് ജോൺസേട്ടൻ. അതും റഹ്മാൻ സാറും അങ്ങനെ തന്നെ. അപ്പോൾ അവർ രണ്ടുപേരും വിളിച്ചാൽ നോ പറയില്ല, അങ്ങനെ പോവും. പിന്നെ അതിനുശേഷം കുറേ നാളിന് ശേഷം പിന്നെ പാടിയത് മെജോയുടെ പാട്ടാണ്, എൻട്രി. അതിൻ്റെ കൂടെ തന്നെ മെജോയുടെ 2 തെലുങ്ക് പാട്ടുകളും പാടി. ഇടയ്ക്ക് ഡിവോഷണൽസ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ദീപു വിളിച്ചപ്പോഴാണ് പാടിയത് നീലാക്കുടമേ. അത് ഹിറ്റായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ. പിന്നെ അതിനുശേഷമാണ് മിലി പാടിക്കുന്നത്. മിലി പാടിയതിന് ശേഷം ബിജിപാൽ വിളിച്ചത്. അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു.
ബർത്ത്ഡേ ഫങ്ഷന്. ഞാൻ അറിഞ്ഞേയില്ല. ഞാൻ ഷീജ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്ക് കുഴിമന്തി കഴിക്കാം, ചേച്ചി പിള്ളേരും ചേച്ചി എല്ലാവരും വരണം എന്ന് പറഞ്ഞ് അവനങ്ങനെ ഞങ്ങളങ്ങനെ പോവാറുണ്ട്. അങ്ങനെ അപ്പം വീട്ടിൽ നല്ല തമാശകളായിരുന്നു അന്നൊക്കെ. എന്നുവെച്ചാൽ ഇവർക്കെല്ലാവർക്കും അറിയാം, എനിക്ക് മാത്രം അറിയില്ലല്ലോ. അപ്പം ഇവർ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രസ്സുകൾ. ഞാൻ ഈ മന്തി കഴിക്കാൻ കുഴിമന്തി കഴിക്കാൻ ഇത്രയും നല്ല ഡ്രസ്സ് എന്തിനാ എന്നൊക്കെ ഞാൻ പിള്ളേരോട് പറയാം. സാരമില്ല ഇരിക്കട്ടെ. അപ്പൊ ചേട്ടൻ കോട്ട് എടുത്തിട്ട് വന്നിട്ട് അലൻ്റെ അടുത്ത്, അലൻ ഈ കോട്ട് മതിയോ? ഞാനിപ്പോ അവൻ്റെ അടുത്ത് മന്തി കഴിക്കാനാ കോട്ട്. അങ്ങനെ കുറെ തമാശ ഉണ്ടായി വീട്ടില്. അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. അയ്യോ ഭയങ്കര എനിക്ക് എത്ര നാൾ ഓർമ്മ ഉണ്ടാവോ അത്രയും നാള് അതെനിക്ക് മറക്കാൻ പറ്റില്ല. ചേച്ചി അവിടെ ഇരിക്കണപ്പോ നമുക്കും ഭയങ്കര സന്തോഷം തോന്നി. വീഡിയോ കണ്ടല്ലേ? വീഡിയോ കണ്ടു. ശരി. ചേച്ചി ജോൺസൺ മാഷിന്റെ നമ്മൾ വിട്ടുപോയൊരു പാട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പ്രിയേ പ്രിയേ വസന്തമായി കാണുന്നു നിൻ ഹൃദയം. ദാസാറിന്റെ ശബ്ദം ഉണ്ടല്ലോ, ആ പാട്ടിൽ വേറൊരു വോയിസ് ഉപയോഗിക്കാൻ പറ്റില്ല. സൂപ്പറാ ചേച്ചി. ചേച്ചി ഓർക്കണുണ്ടോ പാട്ട്, ചേച്ചിയുടെ പോർഷൻ? ദാസാറിന്റെ ശബ്ദം അയ്യോ അസാധ്യമായിട്ടുള്ള. പ്രിയേ പ്രിയേ വസന്തമായി കാണുന്നു നിൻ ഹൃദയം. അവിടെ ഒരു പരിപാടിയുണ്ട്, ഒരു ഒന്നൊന്നര പരിപാടിയാണ്. കില്ലുവാ ചേച്ചി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തെലുങ്ക് സോങ്സിനെ കുറിച്ച് അധികം സംസാരിച്ചില്ല. വിദ്യാസാഗർ സാറിനെ കുറിച്ച് കൂടെ പറഞ്ഞ് നമുക്ക് ഈ പാട്ടിന്റെ പരിപാടി കുറച്ചൊന്ന് ക്ലോസ് ചെയ്യാം. വിദ്യാസാഗർ സാറ് ഒരുപാട് പാട്ടുകൾ എന്നെ പാടിപ്പിച്ചിട്ടുണ്ട്. സാർ അപ്പം മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അതിന് മുൻപാണെന്ന് തോന്നുന്നു. ഈ 91, 92, 93 കാലഘട്ടത്തിലാണ് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. 96 ഒക്കെ ആയി മലയാളത്തിൽ ചെയ്യുന്നത്. ആണല്ലേ? അപ്പൊ ഞാൻ പാടുന്നില്ല. അപ്പൊ ചേച്ചി പാട്ട് നിർത്തി. അപ്പൊ ഒത്തിരി നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും സാറിന്റെ പാട്ട് വർക്ക് ഉണ്ടായിട്ടുണ്ട്. ABMG സ്റ്റുഡിയോയിലാണ് കൂടുതലും സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടുള്ളത്. ഭയങ്കര നല്ല പാട്ടുകളുണ്ട്. ശുഭലേഖ തെച്ചിന്തമ്മ മുത്താലന്തി പൂവു സന്നായി മോകിന്തമ്മ സന്നജാജി നവു. അങ്ങനെ ഒരു പാട്ട്. వేయి పడగల తల్లి ఓ కల్పవల్లి ఇలవేల్ పూవహి వరమీవమ్మ నాకుల చవితి వేళ నీ పూజ చేసి పాలు పళ్ళు పోసేవమ్మ నాదస్వరాల నవరాగమాల వేసేము నీవు దేవి నా 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 నా. ലിറിക്സ് മറന്നുപോയി. അങ്ങനെ ഒരു അമ്മൻ പാട്ട് പാടി. കുറെ ഉണ്ട് സാറിന്റെ പാട്ടുകൾ, ഓർമ്മയിൽ വരുന്നില്ല എല്ലാം. ഏമുണ്ടോ എന്ന് പറഞ്ഞൊരു സാധനല്ലേ, ലിറിക്സ് ഓർമ്മയില്ല. പഞ്ചതാര അങ്ങനെ എന്തോ. പിന്നെ ഉണ്ട് രാജ്കോട്ടി സാറ്, കീരവാണി സാറ്, ചക്രവർത്തി സാറ്, ശ്രീ ചക്രവർത്തി, അങ്ങനെ ഒരുപാട് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് തെലുങ്കില്. ചേച്ചി തകർക്കായിരുന്നു. ഭയങ്കര ഒരു വസന്ത കാലമായിരുന്നു അല്ലേ ചേച്ചി? ചേച്ചി കുടുംബത്തില് പിന്നെ ബാക്കി മക്കളെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട്. മക്കള് 2 പേര്. അലൻ ജോയ് മാത്യു മ്യൂസീഷ്യനാണ്. ചെന്നൈയില് സ്റ്റീഫന്റെ മ്യൂസിക് ലോഞ്ചിലാണ് പഠിച്ചത് കുറച്ച് നാള്. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4-4.5 വർഷത്തോളം നമ്മുടെ മലയാളം ഫിലിം ഫീൽഡിലുണ്ടായിരുന്നു. ഒരു പടത്തിൽ പാടുകയും ചെയ്തു, ഓപ്പറേഷൻ ജാവയിൽ. ഇരുവഴിയെ സ്വയം അറിയാനോ എന്നുള്ളൊരു പാട്ട് അവൻ തന്നെ
അവനും പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട് ഓ, ഇതിൽ. ഓ. അപ്പോൾ ഒത്തിരി അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ കുറേ ചെയ്തു. ജെയ്ക്സ് ബിജോയ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ കൂടെയും ചില പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടോ ആള്? ഇപ്പം ആളിവിടെ ഇല്ല, ഇപ്പം കാനഡയിലാണ്, പഠിക്കണം. ആ, മ്യൂസിക് തന്നെ മ്യൂസിക് പഠിക്കണം. തന്നെ പഠിക്കാൻ പറ്റും. മോള് അന്ന കീർത്തന, അവളും സിംഗറാണ്. അവൾക്ക് വെസ്റ്റ് എല്ലാം പാടും, എങ്കിലും അവൾക്ക് പാടാൻ ഇഷ്ടം വെസ്റ്റേൺ ആണ്. ആ, അപ്പം അത് പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവളും ചേട്ടൻ്റെ കൂടെ കാനഡയ്ക്ക് പോകും. സെയിം കോഴ്സ് തന്നെ രണ്ടുപേരും പഠിക്കുന്നു. അലനിപ്പോൾ അവിടുത്തെ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങി. കീർത്തന പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, അടിപൊളി. അപ്പൊ ചേച്ചിയും ചേട്ടനും കൂടെ ഇപ്പോൾ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ഞാൻ എല്ലാ ദിവസവും അക്കാഡമിയിൽ പോവാറില്ല. ഉം. പക്ഷെ ചേട്ടൻ്റെ ശ്വാസമാണ് ജോയ്സ് അക്കാഡമി, കാക്കനാടാണ്. കോവിഡിന് മുമ്പ് വരെ ഭയങ്കര എന്താ പറയുക, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 2000 സ്റ്റുഡൻസിന് മേലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്രയും ഇല്ല. എങ്കിലും നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടും റീസ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഫുൾ ബിസിയാണ് സ്കൂളിൻ്റെ. നമ്മുടെ ട്രിനിറ്റിയുടെ എക്സാം സെൻറ്ററും കൂടിയാണ് നമ്മുടെ സ്കൂള്. അപ്പം ട്രിനിറ്റി സിലബസാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഓ, അടിപൊളി. മുന്നോട്ട് പോട്ടെ. പിയാനോ, കീബോർഡ്, ഗിറ്റാർ എല്ലാം ഉണ്ട്, ഡ്രംസ്, വയലിൻ എല്ലാം. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. ചേച്ചിക്ക് കൂടുതൽ പാട്ടുകളൊക്കെ വരട്ടെ. ചേച്ചി ബോംബെ രവി സാറിന് വേണ്ടിയിട്ട് ഗസലിലെ പാട്ടില്ലേ, ആര് നീ ജിൻമകളെ, അത് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. ആരു നീ ജിന്മകളെ പേരു ചൊല്ലാമോ, ഊരില്ല പേരില്ല ഒഴുകും രാഗം ഞാൻ. ആരു നീ ജിന്മകളെ പേരു ചൊല്ലാമോ, ഊരില്ല പേരില്ല ഒഴുകും രാഗം ഞാൻ. ചേച്ചിയെ കുറിച്ച് ഒരുപാട് പേര് എഴുതിയതുപോലെ ഒഴുകും രാഗം തന്നെയാണ് ചേച്ചി. ഊരും പേരും ഒക്കെ ഒരുപാട് ഉണ്ടാക്കി എന്നിട്ട് തന്നെയാണ് ഈ രാഗം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഒഴുക്ക് തുടരട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട് ചേച്ചി. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.